നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നമുക്കെതിരെ ഒരു വലിയ ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. പിശാചിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ദൈവമക്കൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ പിശാചിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. ഇഫ് യു എഗ്രി ഓർ ഡിസഗ്രി, ദിസ് ഈസ് ദ ഫാക്ട്. നിങ്ങൾ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളിലെ ദൈവരാജ്യത്തിന്റെ മെമ്പേഴ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മറ്റേ രാജ്യവുമായിട്ട് വാർഫെയറിലാണ്, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. സൈറ്റനിക് കിങ്ഡത്തിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് കർത്താവിന്റെ രാജ്യത്തിന്റെ ഭാഗമായാൽ സാത്താൻ നിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ ആ സാത്താൻ നമുക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, സാത്താന്റെ രാജ്യം ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു വ്യക്തി ഒരിക്കലും യേശുവിനെ അറിയരുതെന്ന് സാത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. യേശുവിനെ ഒരിക്കലും അറിയാതിരിക്കാൻ, ഒരു വ്യക്തി ഒരിക്കലും യേശുവിലേക്ക് എത്താതിരിക്കാൻ സാത്താന്റെ കിങ്ഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് ആദ്യം ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദ കിങ്ഡം ഓഫ് സേറ്റൻ ഈസ് ആൻ അറ്റംപ്റ്റ് ടു പ്രിവെന്റ് people from coming to the kingdom of God, to coming to Jesus. യേശുവിലേക്ക് വരാതിരിക്കാൻ എല്ലാ വഴിയും നോക്കും. ഇനി രണ്ടാമത്തേത്, ഒരു വ്യക്തി യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ സാത്താൻ പിന്നെ പരിശ്രമിക്കുന്നത് ആ വ്യക്തിക്ക് യേശുവുമായി ഒരിക്കലും വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാവാതിരിക്കാൻ പരിശ്രമിക്കും. നമ്മൾ അറിയാതെ നടക്കുന്ന കാര്യമായത്. ഒന്നാമത്തെ കാര്യം, he will prevent all means, obstacles എല്ലാം ക്രിയേറ്റ് ചെയ്യും. എവിടെ നിന്നറിയാം? ഇവാഞ്ചലൈസേഷൻ ചെയ്യാതിരിക്കാൻ, സുവിശേഷ വേല ചെയ്യാതിരിക്കാൻ.